കങ്കാജുറ ഈ പേരിലൊരു വെബ് സീരീസ് റിലീസായിട്ടുണ്ട് സോണി ലിവിൽ. മുന്നിലും പിന്നിലുമായി കുറേയധികം മലയാളികളെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സാന്നിധ്യമൊക്കെ ഈ വെബ് സീരീസിനെ മികച്ചതാക്കിയിട്ടേ ഉള്ളൂ. ഒരുപാടൊക്കെ പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒരു തീരുമാനം അറിയാനാണെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച്. റോഷൻ മാത്യുവിൻ്റെ പ്രകടന മികവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വെബ് സീരീസ് കണ്ടു തുടങ്ങും. മറ്റ് പലരുടെയും പ്രകടന മികവുകളും ഒരുപാട് ഗംഭീര സംഭവങ്ങളൊക്കെ സിനിമയിലുണ്ട്. കണ്ടു തീർക്കാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ളതും കുറേയുണ്ട്. കങ്കാജുറ നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വരുമ്പോൾ പഴുതാരയാണ്. വളരെ ഫ്രജൈലായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു വടിയെടുത്ത് അടി കൊടുത്തു കഴിഞ്ഞാൽ 2 പീസായിട്ട് ചിന്നി ചതറിപ്പോവും. പക്ഷേ അതിനുണ്ടാക്കാൻ പറ്റുന്നൊരു ബുദ്ധിമുട്ടുണ്ട്, അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പെയിനുണ്ട്. പിന്നെ അത് കാണുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈ പറയുന്ന ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ചില ഇമോഷൻസ്, ചില ചിന്തകൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടാവും. അതിലേക്കൊക്കെ വരാം. ചന്ദൻ അറോറ സംവിധാനം ചെയ്തിട്ടുള്ള അദ്ദേഹവും ഉപേന്ദ്ര സിദ്ധായും കൂടി തിരക്കഥ ഒരുക്കിയിട്ടുള്ള സിനിമയാണ്, വെബ് സീരീസാണ് കങ്കാജുറ. റോഷൻ മാത്യു ഉണ്ട്, പിന്നെ മോഹിത് റെയ്ന ഉണ്ട്, സാറ ജെയിൻ ഡയസ് ഉണ്ട്, ത്രിനേത്രയുണ്ട്, ഇങ്ങനെ വേറെയും കുറേ ആളുകളുണ്ട്. അവരുടെയൊക്കെ പേരുകൾ നമുക്ക് എടുത്തെടുത്ത് പറയാം. അപ്പോൾ ഇത്രയും പേരൊക്കെ അഭിനയിച്ചിട്ടുള്ള സോണി ലിവിലെ വെബ് സീരീസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റോഷൻ മാത്യുവിൻ്റെ പ്രകടന മികവ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളിത് കണ്ടു തുടങ്ങും. വേറെയും ഗംഭീര പ്രകടനങ്ങൾ നമുക്ക് ഈ വെബ് സീരീസിൽ കാണാൻ പറ്റും. നല്ല ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ശരിക്കും ആഴങ്ങളിലേക്ക്, അതിൻ്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള സീക്രട്സിലേക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്കും കൂടി നമ്മൾ തിരിഞ്ഞു നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? പോട്ടെ, ആ ചോദ്യം വളരെ ക്ലീഷഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ? അവരെക്കുറിച്ച് എന്താണ് നമ്മുടെ മനസ്സിലുള്ള ഇമേജ്? വെബ് സീരീസ് നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മൾ ഹുക്ക് ചെയ്യുന്നൊരു എലമെൻ്റ് ഉണ്ട്. നമ്മൾ ആദ്യം കാണുമ്പോൾ റോഷൻ മാത്യു കിടന്ന് കരയുന്നുണ്ട്, അതിനുശേഷമുള്ളൊരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ ആ ക്യാരക്ടർ എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളൊരു എലമെൻറ്റിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരാൾക്കൊരു സൂപ്പർ പവർ ഉണ്ടെന്ന് വിചാരിക്കും. ആ സൂപ്പർ പവർ മറ്റൊരാളുടെ തലയ്ക്കകത്തേക്ക് ഈ പഴുതാരയൊക്കെ ഞൊളഞ്ഞ് കയറി പോകുന്ന പോലെ കയറി പോവുകയും അവരെ കൊണ്ട് പലതും പറയിപ്പിക്കുകയും സമ്മതിപ്പിക്കുകയും ചെയ്യിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവാണെന്ന് വിചാരിക്കും. ആ കഴിവുള്ള ആളാണ് ഈ സിനിമയിൽ റോഷൻ മാത്യു ചെയ്തിട്ടുള്ള ആഷു എന്ന് പറയുന്ന ക്യാരക്ടർ. ആ ഫസ്റ്റത്തെ എപ്പിസോഡ് അങ്ങ് കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഒരു ക്ലൈമാക്സ്, അതായത് ആ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് കുറച്ച് മിനിറ്റ്സിലേക്കൊക്കെ വരുമ്പോണ്ടല്ലോ, അയ്യോ, റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ വെബ് സീരീസ് റോഷനാണ് ഈ സാധനം കൊണ്ടുപോകുന്നത്. അത് അത്രയും ഗംഭീരമായിട്ട് റോഷൻ ചെയ്തിട്ടുണ്ട്. അയാളുടെ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. ഇമോഷണലി അയാൾ തകർന്നിരിക്കുന്നു നമ്മൾ വിചാരിക്കുന്ന, നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അയാൾ വളരെ പവർഫുള്ളാവുന്ന എന്ന് വെച്ചാൽ ഒരു മിഷൻ ഗണ്ണിനേക്കാൾ വലിയ പവർഫുള്ളാവുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെയും ഒരു സ്ഥലത്ത് പോലും ഒരു കുറവ് തട്ടാതെ റോഷൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം വളരെ സിമ്പിളാണ്. ആഷു ആൻഡ് മാക്സ് ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. ഇവർക്ക് 2 കൂട്ടുകാരും കൂടിയുണ്ട്, പെദ്രോ ആൻഡ് ഷാർദുൾ. അപ്പോൾ ഇവരുടെ കൗമാര കാലഘട്ടത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടക്കുന്ന തൊട്ടടുത്ത സമയം, ആ സമയത്ത് അവരൊരു ക്രൈം ചെയ്യുന്നുണ്ട്. ആ ക്രൈം ഏറ്റെടുത്തുകൊണ്ട്, അതായത് മാക്സ് ചെയ്ത ക്രൈം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഞാൻ വെബ് സീരീസ് കണ്ടു തീർത്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ മാക്സ് ചെയ്യുന്ന ആ ക്രൈം ഒരു കൊലപാതകമാണ്. അത് ഏറ്റെടുത്ത് ആഷു ജയിലിൽ പോവുകയാണ്. 14 വർഷത്തിന് ശേഷം പുള്ളി പുറത്തിറങ്ങാണ്. അതായത് അത്രയും കാലം ചുറ്റുപാടുണ്ടായിരുന്ന കാര്യങ്ങളോടൊന്നും കണക്റ്റഡ് അല്ലാതിരുന്ന ഒരാൾ. പക്ഷേ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റേ നൊസ്റ്റാൾജി എലമെൻറ്റുകളൊന്നും അവരിടുന്നില്ല. ഇയാൾക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പുതിയ ടെക്നോളജിക്കൽ കാര്യങ്ങളെക്കുറിച്ചോ മാർക്കറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചോ ബിസിനസ് പരിപാടികളെക്കുറിച്ചോ ഒന്നും അറിയില്ല. പുള്ളിക്ക് അറിയാവുന്ന കുറച്ച് ബേസിക് പരിപാടികളുണ്ട്. അതുമായിട്ട് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ഈ 14 വർഷം കൊണ്ട് മാക്സ് വളർന്ന് വലുതായി. പെദ്രോയും ഷാർദുലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലേക്ക് എത്തുന്നു. അവരുടെയൊക്കെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ആഷു ഇവിടെ വരുമ്പോൾ ഫിറ്റ് ആവില്ലല്ലോ. അങ്ങനെ ഫിറ്റാവാതിരിക്കുന്ന ആഷു പക്ഷേ ഈ മാക്സിനോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് അയാളുടെ സ്നേഹവും ശ്രദ്ധയും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും എന്ന് പറയുന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയും മാക്സിന് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് പോലെയാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷേ പോകെ സാധനം വേറെ ലെവലാണ്. മോഹിത് റെയ്നയാണ് ഈ റോഷൻ മാത്യുവിൻ്റെ ചേട്ടൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ, അയാളുടെ ഉള്ളിലുള്ള ഈ സ്വഭാവം അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ, അതൊക്കെ ഇങ്ങനെ അൺവെയിൽ ചെയ്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ ശരിക്കും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അത് മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു സീക്രട്ടാണ്. അത് നോ ആണെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരാളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹമല്ല എന്ന് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ്. പക്ഷേ
നമ്മളത് തിരിച്ചറിയുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. വേറെ കുറേ സാധനങ്ങളുണ്ടെന്നേ, ഈ സഹോദര സ്നേഹം, സുഹൃത്തുക്കൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ എലമെൻറ്റുകൾ, കുറേ ആളുകളുടെ ചൈൽഡ്ഹുഡ് ട്രോമയിലേക്കുള്ള തിരിഞ്ഞു നോട്ടം, അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ രസമായിട്ട് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഈ ആർട്ടിസ്റ്റുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. മോഹിത് റെയ്ന മാത്രമല്ല, നിനാദ് കമ്മത്ത് എന്ന ആളാണ് ഈ പെദ്രോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള പകയുടെ എലമെൻ്റ് ഉണ്ട്. പിന്നെ അയാൾ വളരെയധികം സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, എന്നാലും പണി കിട്ടുന്ന ഒരാളാണ്. ഇയാൾക്കിത് പ്രൂവ് ചെയ്യണം പല കാര്യങ്ങളും, അതിന് വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളം, കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെയും ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഷാർദുൽ എന്ന് പറയുന്ന മഹേഷ് ഷെട്ടി ചെയ്തിട്ടുള്ള ക്യാരക്ടർ അടിപൊളിയായിട്ടാണ് പുള്ളി ഡെലിവർ ചെയ്തിട്ടുള്ളത്. സാറ ജെയിൻ അവരും കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായി തോന്നിയ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ തുടക്കം, സ്റ്റോറി പറയുന്നത്, റോഷനുമായിട്ടുള്ള അവരുടെ റിലേഷൻഷിപ്പ്, അതിൻ്റെ ഒരു ഡൈനാമിക്സ് മാറി മറിയുന്നത്, അവിടെയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയത് ത്രിനേത്ര ഹൽദർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ചെയ്തിട്ടുള്ള എമി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇയാളുടെ ചൈൽഡ്ഹുഡ് സുഹൃത്തായിരുന്ന സമയത്ത് അയാൾ ഒരു ആൺകുട്ടിയായിരുന്നു, പിന്നീട് ഒരു പെൺകുട്ടിയായിട്ട് മാറുകയാണ്. അവർ തമ്മിലുള്ള സൗഹൃദം അത് പ്രണയത്തിലേക്ക് മാറുന്നത്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫ്, അതിലെ ഇമോഷൻസ്, ഇതിനൊക്കെയും ആ ആർട്ടിസ്റ്റ് വളരെ ഗംഭീരമായിട്ട് ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അവരുടെ റിയൽ ലൈഫിലും അത് തന്നെയായിരുന്നു. അവരൊരു ഡോക്ടറാണ്, ആക്ട്രസ്സാണ്, ആക്ടിവിസ്റ്റാണ്. പെർഫോമൻസിൽ അവർ പകർത്തിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോഴും ഈ ക്യാരക്ടേഴ്സിന് ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ എന്നൊക്കെ പറയുന്ന പരിപാടിയില്ലേ, ഒരാളുടെ പേര് പറയാൻ വിട്ടുപോയി. മിസ്സസ് ദേശ്മുഖ് എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഉഷ നന്ദ്കർണി, ആ പുള്ളിക്കാരി ഒരു രക്ഷയില്ല. സിനിമയിലെ കഥ എന്ന് പറഞ്ഞാൽ ഇത് ഗോവയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വലി കാണുമ്പോൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഈ കാലാവസ്ഥയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗോവയിൽ ഇവർ വലിയൊരു ബിസിനസ് പരിപാടി റൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ഒത്തിരി ഫണ്ട് റൈസേഴ്സ്, കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഇവർ മുഴുവൻ ചെന്നെത്തിയിട്ട് ഒരു സ്ത്രീയുടെ മുമ്പിൽ അങ്ങ് വിറച്ച് നിന്നു പോവാണ്. അവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, എന്നാൽ ഈ പറയുന്ന ഒരു വില്ലത്തി പരിപാടിയൊക്കെയാണ്. അത് അടിപൊളിയായിട്ട് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ ആയിട്ട് വരുന്ന ആളുകളും എല്ലാവരും ഈ വെബ് സീരീസിലുടനീളം നമ്മൾ കാണുന്ന എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ്. റോബി എബ്രഹാമാണ് ഈ വെബ് സീരീസിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. മലയാളിയാണ്, ഗംഭീര മ്യൂസിക്കാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും ഭയങ്കരമായിട്ട്. ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ ഞാനിങ്ങനെ എന്താണ് ഇങ്ങനെയാണ് ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിപ്പോൾ ആ എലമെൻറ്റുകളെ വളരെ ഗംഭീരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മ്യൂസിക് പരിപാടികളൊക്കെ പോയിരിക്കുന്നത്. എവിടെയും മറ്റേ ഓവർ ദ ടോപ്പ് പടത്തിൻ്റെ മുകളിൽ വേറൊരു സാധനം പോകുന്നു, അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ഇമോഷനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നു, ഇങ്ങനെ ഒന്നുമില്ല. വളരെ ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ സൈഡും രാജീവ് രവിയാണ്, നമുക്കതൊരു ഗ്യാരണ്ടി പേരാണ്. പരീക്ഷിത് ജായാണ് ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നോട്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയ എലമെൻറ്റുകളായതുകൊണ്ടാണ്. ഇതിൻ്റെ കഥയും കഥാപാത്രങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എല്ലാം വളരെ റിലേറ്റബിളാണ്. ഇവരെയൊക്കെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരിൽ പലരുടെയും പലതും നമ്മുടെ ഉള്ളിലൂടെ കയറി ഇറങ്ങി പോകുന്നതാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രകടന മികവിന് വേണ്ടിയിട്ട് മാത്രം ഈ വെബ് സീരീസ് കണ്ടു തുടങ്ങും. ബാക്കി നിങ്ങൾക്ക് ഈ വെബ് സീരീസിൽ നിന്ന് കിട്ടും, നല്ലോണം കിട്ടും. ഞാൻ പറയുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു സർക്കാസ്റ്റിക് ആ പരിപാടി ഒന്നല്ല പറയുന്നത്, നല്ലോണം കിട്ടും. കുറേ കാര്യങ്ങളുണ്ട് ഇതിന്നൊരു ടേക്ക് അവേ ഒക്കെ പോലെ നമ്മൾ ചിന്തിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട. ഈ റോഷൻ മാത്യു ചെയ്തിട്ടുള്ള ക്യാരക്ടർ, അയാളുടെ ഒരു ട്രോമ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് മെക്കാനിസമായിട്ട് ഇയാൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ നമ്മളൊരു സൈക്കോളജിക്കൽ ലെവലിലൊക്കെ നിന്നിട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. നമ്മൾ കുറേ കാര്യങ്ങൾ പുതുതായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാമായിരുന്നിട്ടും ശ്രദ്ധിച്ചിരുന്നിട്ടും നമ്മൾ വിട്ട് കളഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറേ എലമെൻറ്റുകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഞാൻ പറയുന്നത് ജസ്റ്റ് വാച്ച് ഇറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.